Hi viewers, welcome to Anu's Edu Hub. Today I'm going to discuss the activities and question and answers from the chapter The Yellow Umbrella. Let's start. First question, why are memories important in our lives? ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിന് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? Answer, memories are important because they shape our identity, guide our decision and allow us to learn from past experiences. ഓർമ്മകൾ പ്രധാനമാണ് കാരണം അവ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും നമ്മുടെ തീരുമാനങ്ങളെ നയിക്കുകയും ഭൂതകാല അനുഭവങ്ങളെ പാസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലം ഭൂതകാല അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ നമ്മെ അനുവദിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ഹൗ ഡിഡ് ഹെലന ഹിലാരിയോ ആൻഡ് മാരിയോ PJ ഗെറ്റ് ദ ത്രെഡ് ഫോർ ദ ഫിലിം? ഹെലന ഹിലാരിയോയ്ക്കും മാരിയോ PJയ്ക്കും എങ്ങനെയാണ് സിനിമ നിർമ്മിക്കാനായിട്ടുള്ള ആ ഒരു ത്രെഡ്, ആ ഒരു ആശയം ലഭിച്ചത്? ആൻസർ, the director Helena Hilario was interested by Joseph's story and thought of turning his memory into a work of art. She produced the animated film Umbrella with her associate Mario PJ to convey the message of empathy, love and hope, emphasizing the value of human understanding and responsibility. സംവിധായിക ഹെലന ഹിലാരിയോ ജോസഫിൻ്റെ കഥയിൽ താല്പര്യം തോന്നുകയും അവൻ്റെ ഓർമ്മകളെ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റാൻ ചിന്തിക്കുകയും ചെയ്തു. അനുകമ്പ, സ്നേഹം, പ്രതീക്ഷ എന്നിവയുടെ സന്ദേശം കൈമാറുന്നതിനായി അവർ തൻ്റെ പാർട്ട്ണറായ മാരിയോ PJനൊപ്പം അംബ്രല്ല എന്ന ആനിമേറ്റഡ് ചിത്രം നിർമ്മിച്ചു. മനുഷ്യൻ്റെ ധാരണയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും മൂല്യം ഊന്നി പറയുന്നു ഈ ചിത്രം. തേർഡ് ക്വസ്റ്റ്യൻ, why did Joseph, the young boy from Palmas, have a special attachment to a yellow umbrella? എന്തുകൊണ്ടാണ് പാൽമാസിൽ നിന്നുള്ള ജോസഫ് എന്ന കൊച്ചുകുട്ടിക്ക് ഒരു മഞ്ഞക്കുടയോട് പ്രത്യേക അടുപ്പമുണ്ടായത്? ആൻസർ, because it was the last thing he remembered seeing his father use before they separated. The yellow umbrella had become etched in his memory and symbolized the hope that it would unite him with his family someday. അതായത് അവർ വേർപിരിയുന്നതിന് മുമ്പ് അച്ഛൻ ഉപയോഗിക്കുന്നത് കണ്ട അവസാനത്തെ കാര്യമായത് കൊണ്ട് മഞ്ഞക്കുട തൻ്റെ ഓർമ്മയിൽ പതിഞ്ഞു പോയിരുന്നു. അത് ഒരു ദിവസം അവനെ അവൻ്റെ കുടുംബവുമായി ഒന്നിപ്പിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ആർക്ക്? ജോസഫിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why did Joseph's father leave him at the orphanage? What does this tell us about their situation? ജോസഫിൻ്റെ ഫാദർ എന്തിനാണ് ഓർഫനേജിൽ വിട്ടത്? പിന്നെ അവരുടെ സിറ്റുവേഷൻ നമ്മൾക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? ആൻസർ, because it was the only way for Joseph to survive. His father had been out of work for a long time and could not provide for him. The situation tells us about the extreme hardships that Joseph and his father were facing as refugees. കാരണം ജോസഫിന് അതിജീവിക്കാനുള്ള ഏക വഴിയായിരുന്നത്. അവൻ്റെ അച്ഛന് വളരെ കാലമായി ജോലി ഉണ്ടായിരുന്നില്ല, അവനെ പോറ്റാനും കഴിഞ്ഞില്ല. ജോസഫും പിതാവും അഭയാർത്ഥികളായി നേരിടുന്ന കടുത്ത ദുരിതങ്ങളെക്കുറിച്ചാണ് ഈ സാഹചര്യം നമ്മളോട് പറയുന്നത്. Activity 1 from the text. Imagine one day the yellow umbrella spoke to Joseph. I am ready to take you anywhere you would like to go. Where do you think he would want to go? അതായത് ആ യെല്ലോ അംബ്രല്ല ഒരു ദിവസം ജോസഫിനോട് സംസാരിച്ചെന്ന് വിചാരിക്കുക. ഐ ആം റെഡി ടു ടേക്ക് യു എനിവെയർ യു വുഡ് ലൈക്ക് ടു ഗോ. നിനക്ക് എവിടെ പോകാനാണോ താല്പര്യം, ആഗ്രഹം, അവിടെ ഞാൻ നിന്നെ കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ ജോസഫിന് എവിടെ പോകാനായിരിക്കും ജോസഫിൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ ജോസഫിന് എവിടെയായിരിക്കും പോകേണ്ടിയത്? He might choose to go back to the rainy day when he and his father walked to the orphanage. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ജോസഫിന് ആ പാസ്റ്റിൽ, ആ റെയിനി ഡേയുടെ അന്ന് ഫാദറും ജോസഫും കൂടെ ഓർഫനേജിലേക്ക് നടന്നു പോയില്ലേ, ആ ഡേയിലേക്ക് തിരിച്ചു പോകാനാണോ? അതോ he might
wish to visit the country or city of his father's origin, wherever that may be. അതോ ഫാദർ എവിടെയാണോ ജനിച്ചത്, ഫാദറിൻ്റെ എക്സിസ്റ്റൻസ്, ഫാദർ എവിടെ നിന്നാണോ വന്നത് ആ നാട്ടിലേക്ക് പോകാനാണോ ആഗ്രഹം, അതോ ഹീ മൈറ്റ് പ്രിഫർ ടു വിസിറ്റ് എ ബസ്ലിംഗ് കളർഫുൾ കാർണിവൽ ഓർ ഫെയർ, അതായത് ഒരു ബസ്ലിംഗ് തിരക്കേറി ഭയങ്കര ബഹളമുള്ള ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു കാർണിവൽ, ഒരു ഫെയറിന് പോകാനാണോ താല്പര്യം. Or he might go for a travel to a calm and attractive beach at sunset. ഏതെങ്കിലും ഒരു കാം എന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥതയുള്ള ഒരു ബഹളമൊന്നുമില്ലാത്ത ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ബീച്ച് ഏരിയ സൺസെറ്റ് കാണാൻ പോകാനാണോ അവൻ ഉദ്ദേശിക്കുന്നത്, അവന് താല്പര്യം. Can you develop a story using any one of the points given above? അതായത് മുകളിൽ തന്നിരിക്കുന്ന ഈ 4 പോയിൻറ്റ്സിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഡെവലപ്പ് ചെയ്ത് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് വൺ, അതായത് ഹി മൈ ചൂസ് ടു ഗോ ബാക്ക് ടു ദ റെയിനി ഡേ, ആ പാസ്റ്റ് ഡേ ആ ഓർഫനേജിൽ പോയ ആ ദിവസമായിരിക്കാം ജോസഫ് പോകാനായിട്ട് ആ ദിവസത്തിലേക്കായിരിക്കും ആഗ്രഹിച്ചത്. ആൻസർ: Joseph would choose to go back to the rainy day when he and his father walked to the orphanage. ജോസഫ് താനും അച്ഛനും അനാഥാലയത്തിലേക്ക് നടന്നു പോയ മഴയുള്ള ദിവസത്തിലേക്കായിരിക്കും മടങ്ങാൻ തിരഞ്ഞെടുക്കുമായിരുന്നത്. Seeing Joseph's pain, the yellow umbrella spoke to him. I am ready to take you anywhere you would like to go. ജോസഫിൻ്റെ വേദന കണ്ട്, വിഷമം കണ്ട് മഞ്ഞക്കുട അവനോട് പറഞ്ഞു, നിനക്ക് പോകാൻ ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും നിന്നെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. He didn't hesitate. He closed his eyes and wished to return to the most significant day of his childhood. അവൻ മടിച്ചില്ല. അവൻ കണ്ണുകൾ അടച്ച് തൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് മടങ്ങാൻ അവൻ ആഗ്രഹിച്ചു. The rainy day when he with his father walked to the orphanage. താനും അച്ഛനും അനാഥാലയത്തിലേക്ക് നടന്നു പോയ ആ മഴയുള്ള ദിവസം. Suddenly the world around him changed. പെട്ടെന്ന് അവൻ്റെ ചുറ്റുമുള്ള ലോകം ഒന്നായി അത് മാറി. Replaced by the familiar scent of wet earth and the sound of rain drumming on canvas. അത് മാറിയിട്ട് എന്തായി? എവിടെയാണ് വന്നത്? നമ്മുടെ പഴയ ആ നനഞ്ഞ ഭൂമിയുടെ മണവും പിന്നെ ആ മഴ ക്യാൻവാസിൽ വീഴുന്ന, അതായത് ആ കുടയിൽ വീഴുന്ന ആ സൗണ്ട്, ആ ഒരു ഫ്രെയിമിലേക്കാണ് പെട്ടെന്ന് അന്തരീക്ഷം മാറിയത്. His hands enveloped in his father's warm hands above them, the very same yellow umbrella shielded them from the downpour. അച്ഛൻ്റെ ചൂടുള്ള കൈകളിൽ അവൻ്റെ കൈകൾ പൊതിഞ്ഞിരുന്നു. അവർക്ക് മുകളിൽ അതേ മഞ്ഞക്കുട മഴയിൽ നിന്ന് അവരെ സംരക്ഷിച്ചു. He looked up at his father's face, etched with a gentle sadness. അച്ഛൻ്റെ മുഖത്തേക്ക് അവൻ നോക്കി സങ്കടത്തോടെ, etched with the sadness, സങ്കടത്തോടെ അവൻ നോക്കി. He wanted to remember every detail of that walk, the quiet strength of his father's presence before the memories faded into the mist of time. ആ നടത്തത്തിൻ്റെ ഓരോ നിമിഷവും അച്ഛൻ്റെ നിശബ്ദമായ സാന്നിധ്യവും ഓർമ്മകൾ കാലത്തിൻ്റെ മൂടൽമഞ്ഞിൽ മറയുന്നതിന് മുമ്പ് അവന് ഓർമ്മിച്ചെടുക്കണമായിരുന്നു. The umbrella, a silent witness to his past and present, held them there for a moment. അവൻ്റെ പാസ്റ്റും പ്രസൻറ്റും, ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും നിശബ്ദ സാക്ഷിയായ ആ കുട ഒരു നിമിഷം അവരെ അവിടെ പിടിച്ചു നിർത്തി. Activity 2. Here is a letter Joseph wrote to his father, but only the initial part is given. Try to complete it. ഒരു ലെറ്റർ ജോസഫ് അച്ഛൻ എഴുതുന്നതായിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇനിഷ്യൽ പാർട്ട് മീൻസ് ഫസ്റ്റ് പാർട്ട് മാത്രം തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. മേഴ്സി ഹോം അഡ്രസ്സാണ്, XYZ സ്ട്രീറ്റ്, പിന്നെ ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതണം. ഡിയർ ഡാഡ്, പ്രിയപ്പെട്ട അച്ഛ. ഹോപ്പ് യു ആർ ഫൈൻ വെയർ എവർ യു ആർ. നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങൾ സുഖമായി ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി വെയർ ടുഗെദർ. നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായി. ഐ മിസ് യു എ ലോട്ട് ഡാഡ്.
ഞാൻ അങ്ങയെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഐ റിമെമ്പർ എ റെയിനി ഡേ വെൻ വി വാക്ക്ഡ് അണ്ടർ എ ബിഗ് യെല്ലോ അംബ്രല. ഞാൻ ഓർക്കുന്നു ആ ഒരു വലിയൊരു മഴയുള്ള രാത്രി നമ്മൾ അംബ്രല ആ മഞ്ഞക്കുടയുടെ കീഴിൽ നടന്നു വന്ന ആ ദിവസം ഞാൻ ഓർക്കുന്നു. ബാക്കി നമ്മൾ ഫിൽ ചെയ്യണം. ഐ റിമെമ്പർ യുവർ ഫേസ്. ഞാൻ അങ്ങയുടെ മുഖം ഓർക്കുന്നു. യു വെർ നോട്ട് ഹാപ്പി ദെൻ. അന്ന് അങ്ങയ്ക്ക് സന്തോഷമുണ്ടായിരുന്നില്ല. ഐ സ്റ്റിൽ ഫീൽസ് ദ വാംത്ത് ഓഫ് യുവർ ഹാൻഡ്. ഐ എം നോട്ട് ഹാപ്പി ഹിയർ. ഇപ്പോഴും അങ്ങയുടെ കയ്യിലെ ചൂട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെ ഒരു സന്തോഷവുമില്ല. വെൻ വിൽ വി യുണൈറ്റ് ഡാഡി. എന്ന് നമ്മൾ ഒരുമിക്കും ഡാഡി. ഐ നോ യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ടേക്ക് മീ ഫ്രം ഹിയർ. എനിക്കറിയാം എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനുള്ള ആ ഒരു കണ്ടീഷനിലല്ല അന്ന്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ. ഞാൻ ആ ദിവസത്തിനായി കാത്തിരിക്കുന്നു. ഐ മിസ് യു ഡാഡി. ഞാൻ അങ്ങേ ഒരുപാട് മിസ് ചെയ്യുന്നു. ലവ്, ജോസഫ്. Third activity. Here is the conversation between Joseph and his friend Gerald in the refugee camp. ജോസഫിൻ്റെ ഫ്രണ്ട് ജെറാൾഡും കൂടെ റെഫ്യൂജി ക്യാമ്പിലിരുന്നിട്ടുള്ള അവരുടെ സംഭാഷണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രണ്ട്സ് ഇൻ എ ഡിസ്റ്റൻറ്റ് ലാൻഡ്. അകലെ ഒരു നാട്ടിലെ സുഹൃത്തുക്കൾ. ജോസഫ്. ജെറാൾഡ്. ബീയിങ് ഇൻ ദ ക്യാമ്പ് ഇസ് റിയലി ടഫ്, എസ്പെഷ്യലി ഫോർ അസ് കിഡ്സ്. അപ്പോൾ ജോസഫ് പറയാണ്, ജെറാൾഡ്, ഈ ക്യാമ്പിൽ കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ കുട്ടികൾക്ക്. ജെറാൾഡ്. യാ, ഐ മിസ് മൈ മോം ആൻഡ് ഡാഡ് എ ലോട്ട്. അപ്പോൾ ജെറാൾഡ് പറയാണ്, അതെ, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നു. അപ്പോൾ ജോസഫ് പറഞ്ഞു, ജോസഫ് said, I know how you feel. My dad had to leave me here and I haven't seen him since. നിനക്ക് എന്ത് തോന്നുന്നെന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ജെറാൾഡ്. ദാറ്റ്സ് ടെറിബിൾ. അത് ഭയങ്കരമാണല്ലോ. ജോസഫ്. ബട്ട് യു നോ വാട്ട് ജെറാൾഡ്, വി ക്യാൻ ബി ലൈക്ക് എ ഫാമിലി ഹിയർ ആൻഡ് ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. അപ്പോൾ ജോസഫ് ജെറാൾഡിനോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. നിനക്കൊരു കാര്യം അറിയാമോ, നമുക്കിവിടെ ഒരു കുടുംബം പോലെ ആകാനും പരസ്പരം ശ്രദ്ധിക്കാനും കഴിയും. ജെറാൾഡ്. യു ആർ റൈറ്റ് ജോസഫ്. ഫ്രണ്ട്സ് ക്യാൻ ബി ലൈക്ക് ഫാമിലി ടു. അപ്പോൾ ജെറാൾഡ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ് ജോസഫ്. സുഹൃത്തുക്കളും കുടുംബവും പോലെയാകാം. സുഹൃത്തുക്കൾക്കും കുടുംബം പോലെ കഴിയാം. ജോസഫ്. ആൻഡ് ജെറാൾഡ്, ദ സ്കൂൾ ഹിയർ ഇസ് നോട്ട് ലൈക്ക് വാട്ട് ഇറ്റ് യൂസ് ടു ബി. ഇറ്റ്സ് നോട്ട് ഈസി ടു ലേൺ. അപ്പോൾ ജോസഫ് പറഞ്ഞു, പിന്നെ ജെറാൾഡ്, ഇവിടുത്തെ സ്കൂള് പഴയതുപോലെയല്ല, പഠിക്കാൻ എളുപ്പമല്ല. ജെറാൾഡ്. ഐ നോട്ടീസ് ദാറ്റ് ടു. ഇറ്റ്സ് വെരി ക്രൗഡഡ് ആൻഡ് നോയ്സി. അപ്പോൾ ജെറാൾഡ് പറഞ്ഞു, ഞാനും അത് ശ്രദ്ധിച്ചു, നല്ല തിരക്കും ബഹളവുമാണ്. ജോസഫ്. ബട്ട് വി കാൻ ഗിവ് അപ്പ് ഓൺ ലേണിംഗ്. എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. അപ്പോൾ ജോസഫ് പറഞ്ഞു, പക്ഷേ എന്നാൽ നമുക്ക് പഠനം ഉപേക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ ഭാവിക്ക് വിദ്യാഭ്യാസം പ്രധാനമാണ്. ജെറാൾഡ് പറഞ്ഞു, ഐ ലൈക്ക് ദാറ്റ് ഐഡിയ ജോസഫ്. ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ ലേൺ ആൻഡ് ഗെറ്റ് സ്മാർട്ടർ. അപ്പോൾ ജെറാൾഡ് പറഞ്ഞു, എനിക്ക് ആ ആശയം ഇഷ്ടപ്പെട്ടു ജോസഫ്. നമുക്ക് പരസ്പരം പഠിക്കാനും കൂടുതൽ സ്മാർട്ടാകാനും സഹായിക്കാം. ജോസഫ്. ഗ്രേറ്റ്, വി ക്യാൻ ബി സ്റ്റഡി ബഡീസ്. അപ്പോൾ ജോസഫ് പറഞ്ഞ്, കൊള്ളാം, നമുക്ക് സ്റ്റഡി ബഡീസ് ആകാം, എന്ന് പറഞ്ഞാൽ പഠന കൂട്ടുകാരാകാം. നെക്സ്റ്റ് ആക്ടിവിറ്റി. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്. അതായത് റെഫ്യൂജീസ്, അഭയാർത്ഥി ക്യാമ്പിലെ അഭയാർത്ഥികളായ കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാം, ഒരു ഖണ്ഡിക എഴുതാം. എ ഫ്യൂ ഹിൻസ് ആർ ഗിവൺ ബിലോ. താഴെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, അത് ക്ലൂസ് ആണ്. ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്. എന്തൊക്കെ ഹിൻസാണ്? ലാക്ക് ഓഫ് ഷെൽട്ടർ, ഹങ്കർ, പിന്നെ ഒരു 5 പോയിൻറ്റ്സും കൂടെ എഴുതി ഒരു പാരഗ്രാഫ് എഴുതുക. ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്. അഭയാർത്ഥി കുഞ്ഞുങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. ചൈൽഡ് റെഫ്യൂജീസ് ഫേസ് ന്യൂമറസ് ഹാർഡ്ഷിപ്സ് ഇൻക്ലൂഡിംഗ് lack of shelter, hunger,
limited access to education and healthcare, and vulnerability to exploitation and violence. അഭയാർത്ഥി കുഞ്ഞുങ്ങൾക്ക് താമസമില്ലായ്മ, പട്ടിണി, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ എന്നിവയ്ക്കുള്ള പരിമിതമായ ലഭ്യത, ചൂഷണത്തിനും അക്രമത്തിനും ഇരയാകാനുള്ള സാധ്യത എന്നീ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. നെക്സ്റ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹിലാരിയോസ് സിസ്റ്റർ ആൻഡ് ജോസഫ് വെൻ ദേ സ്റ്റാർട്ടഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ടോയ്സ്. അതായത് ഹിലാരിയോയുടെ സിസ്റ്ററും ജോസഫും ഓർഫനേജിൽ തങ്ങളിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു കോൺവെർസേഷൻ ഇല്ലേ, അതാണ് ഇവിടെ എഴുതേണ്ടത്. ലെറ്റ്സ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഹിലാരിയോ സിസ്റ്റർ: ഹലോ, വാട്ട് ഷുഡ് ഐ കോൾ യു? അപ്പം ഹിലാരിയോയുടെ സിസ്റ്റർ ചോദിക്കുകയാണ്, ഹലോ, ഞാൻ എന്താ നിന്നെ വിളിക്കേണ്ടത്? ജോസഫ്: ഐ ആം ജോസഫ്. ഞാൻ ജോസഫാണ്. ഹിലാരിയോ സിസ്റ്റർ: ജോസഫ്, വൈ ആർ യു നോട്ട് പ്ലേയിങ് വിത്ത് ദ അതർ ചിൽഡ്രൻ? ഡോണ്ട് യു ലൈക്ക് ടോയ്സ്? ജോസഫേ, എന്താ നീ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാത്തത്? നിനക്ക് ടോയ്സ് ഇഷ്ടമായില്ലേ എന്നാണ് ചോദിച്ചത്. ബാക്കി നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. ആൻസർ: ജോസഫ്: യെസ്, ഓഫ് കോഴ്സ്, ഐ ലൈക്ക് ടോയ്സ്, ബട്ട് ദ ടോയ് ഐ വാണ്ട് ഈസ് നോട്ട് ഇൻ ഹിയർ. അപ്പോൾ ജോസഫ് പറഞ്ഞു, ഉറപ്പായിട്ടും അതെ, എനിക്ക് ടോയ്സ് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ആവശ്യമുള്ള ടോയ് ഇവിടെ ഇല്ല. ഹിലാരിയോയുടെ സിസ്റ്റർ പറയണ, ടെൽ മീ ചൈൽഡ്, വാട്ട് ഡു യു വാണ്ട്? പറയൂ കുട്ടി, നിനക്ക് എന്താ വേണ്ടത്? അപ്പോൾ ജോസഫ് പറയണ, ജോസഫ്: എ യെല്ലോ അംബ്രല്ല വിച്ച് റിമൈൻഡ്സ് മീ ഓഫ് മൈ ഫാദർ. ഒരു മഞ്ഞക്കുട, അതെൻ്റെ അച്ഛനെ ഓർമ്മപ്പെടുത്തുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി: പ്രിപ്പയർ സം സ്ലോഗൻസ് ആൻഡ് മെസ്സേജസ് ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് റെഫ്യൂജി ഡേ. വേൾഡ് റെഫ്യൂജി ഡേ, ലോക അഭയാർത്ഥി ദിനത്തോടനുബന്ധിച്ച് സന്ദേശങ്ങളും മുദ്രാവാക്യങ്ങളും പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഹെൽപ്പ് റെഫ്യൂജീസ്, വി കാൺട്ട് അബാൻഡൻ ദം. ആ പോസ്റ്ററിൽ കണ്ടില്ലേ? അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? അഭയാർത്ഥികളെ രക്ഷിക്കൂ, നമുക്കവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല, കൈവിടാൻ പറ്റില്ല എന്നൊക്കെയാണ്. പിന്നെ ജൂൺ 20 ആണ് വേൾഡ് റെഫ്യൂജി ഡേ. താഴെ 2 കോളം തന്നിട്ടുണ്ട്. ഒന്നിൽ മെസ്സേജസും ഒന്നിൽ സ്ലോഗനും. ഒരു മെസ്സേജ് തന്നിരിക്കുകയാണ്. ലെറ്റ്സ് ബി കൈൻഡ് ടു പീപ്പിൾ ഹു ഹാഡ് ടു ലീവ് ദെയർ ഹോംസ്. വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്ന ജനങ്ങളോട് കരുണ കാണിക്കൂ. സ്ലോഗൻ: സ്റ്റാൻഡ് വിത്ത് റെഫ്യൂജീസ്, എംബ്രേസ്, എംപവർ, ഇൻക്ലൂഡ്. ഇതുപോലെ 2 മെസ്സേജസും സ്ലോഗനും നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. ആൻഡ് ഹിയർ ആർ സം മെസ്സേജസ്. എവ്രിവൺ ഹാസ് ദ റൈറ്റ് ടു സീക്ക് സേഫ്റ്റി റിഗാർഡ്ലെസ് ഓഫ് ഹൂ ദേ ആർ ഓർ വേർ ദേ കം ഫ്രം. എല്ലാവർക്കും സുരക്ഷ തേടാനുള്ള അവകാശമുണ്ട്, അവർ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നെന്നതോ പരിഗണിക്കാതെ. നെക്സ്റ്റ് മെസ്സേജ്: ലെറ്റ്സ് വർക്ക് ടുഗെദർ ടു പ്രൊവൈഡ് എ സേഫ് ഹെവൻ ഫോർ ദോസ് ഇൻ നീഡ്. ആവശ്യമുള്ളവർക്ക് ഒരു സുരക്ഷിത താവളം നൽകാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അത് കഴിഞ്ഞ് സ്ലോഗൻസ്, മുദ്രാവാക്യം. സേഫ്റ്റി ഈസ് എ ഹ്യൂമൻ റൈറ്റ്. സുരക്ഷ ഒരു മനുഷ്യാവകാശമാണ്. എംപതി ബിയോണ്ട് ബോർഡേഴ്സ്. അതിരുകൾക്കപ്പുറമുള്ള അനുകമ്പ. ഓക്കെ കുട്ടികളെ, ഈ ചാപ്റ്റർ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈക്ക് കൊണ്ട് മാത്രമേ മറ്റുള്ള കുട്ടികൾക്കും കൂടെ ഈ ചാനൽ എത്തുകയുള്ളൂ. താങ്ക് യു.